ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എക്സ് മൈനസ് എ ഇസ് എ ഫാക്ടർ ഓഫ് ദി പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് എ സ്ക്വയർ എക്സ് പ്ലസ് എക്സ് പ്ലസ് ടു ആണെങ്കിൽ ദെൻ എ ഇസ് ഈക്വൽ ടു. അപ്പൊ ഇന്ന് എയുടെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുള്ള ഒരു ഹിന്റ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഫാക്ടർ ആണ്. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന തിയറം ഇതാണ്. എക്സ് മൈനസ് എ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് എ ഈക്വൽ ടു 0 ആയിരിക്കും. അതൊരു തിയറമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എക്സ് മൈനസ് എ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് എയുടെ വില എത്രയായിരിക്കും? 0 ആയിരിക്കും. ഈ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എക്സ് മൈനസ് എ എന്ന് പറയുന്നത് ഈ ഒരു പോളിനോമിയലിന്റെ ഫാക്ടർ ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം പി ഓഫ് എ ഈക്വൽ ടു എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി പി ഓഫ് എ കിട്ടാനായിട്ട് നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയലില് എക്സിന് പകരം, അതായത് എക്സ് എവിടേക്ക് ഉണ്ടോ അവിടേക്ക് നമുക്ക് എന്ത് കൊടുക്കാം? എ കൊടുക്കാം. ആദ്യത്തെ ടൈം എക്സ് ക്യൂബ്, അതെന്താവും? എ ക്യൂബ് എന്നാവും. മൈനസ് അടുത്ത ടൈം എന്ന് പറയുന്നത് എ സ്ക്വയർ എക്സ്. സോ എ സ്ക്വയർ ഇൻറ്റു എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കണം? എ കൊടുക്കണം. ഓക്കെ. പ്ലസ് നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സിന് പകരം എ കൊടുത്തു. പ്ലസ് 2 ഈക്വൽ ടു എത്രയാണ്? 0 ആണ്. നോക്കാം. എ ക്യൂബ് മൈനസ് എ സ്ക്വയർ ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താണ്? എ ക്യൂബ് ആണ്. പ്ലസ് എ പ്ലസ് 2 ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് എ ക്യൂബും ക്യാൻസൽ ചെയ്യാം. സോ ബാക്കി നമ്മുടെ ഉള്ളത് എ പ്ലസ് 2 ഈക്വൽ ടു 0. എ പ്ലസ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ എത്രയായിരിക്കും? എ ഈക്വൽ ടു -2. അതായത് ഇവിടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? എയുടെ വാല്യൂ എന്ന് പറയുന്നത് -2 ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.